ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ ആടുജീവിതം വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. വമ്പൻ പ്രമോഷനോടെ പാൻ ഇന്ത്യൻ പ്രമോഷനോടെ മാർച്ച് 28-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ദി ഗോഡ് ലൈഫ് എന്ന പൃഥ്വിരാജിന്റെ ബ്ലസി സിനിമയുടെ ആദ്യ പ്രീസെയിൽ കളക്ഷൻ അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ന് ശനിയാഴ്ചയായിരുന്നു സിനിമയുടെ കേരളത്തിലെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടത്. ആദ്യ 7 മണിക്കൂറുകൾ ബുക്കിംഗ് പിന്നിടുമ്പോൾ ഇപ്പോഴത്തെ 43,000-ലധികം ടിക്കറ്റ് വിൽപ്പനയാണ് ആടുജീവിതം എന്ന പൃഥ്വിരാജ് സിനിമയുടെ പേരിൽ ഇതുവരെ നടന്നിരിക്കുന്നത്. 500-ൽ പരം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 70 ലക്ഷത്തിന് മുകളിലേക്ക് സിനിമയുടെ കേരള പ്രീസെയിൽ കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. പൃഥ്വിരാജിന്റെ കരിയറിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് 5 ദിവസങ്ങൾക്ക് മുന്നേ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടപ്പോൾ ഈ 70 ലക്ഷം റേഞ്ചിലേക്കെല്ലാം തന്നെ കേരള പ്രീസെയിൽ എത്തപ്പെട്ടിരിക്കുന്നത്. നിലവിലെ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് രാത്രിയോടെയോ അതല്ലെങ്കിൽ നാളെ ഞായറാഴ്ചയോടെയോ 1 കോടിക്ക് മുകളിൽ കേരള പ്രീസെയിൽ കളക്ഷൻ കടക്കുന്നതാണ്. പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും കൂടുതൽ കേരള വേൾഡ് വൈഡ് FT കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് ആടുജീവിതം മാറിയേക്കുമെന്നൊരു സൂചന കൂടി സിനിമയുടെ നിലവിൽ ഈ ഒരു ട്രെൻഡ് നൽകുന്നുണ്ട്. അത്രത്തോളം മികച്ചൊരു ബുക്കിംഗ് എല്ലാം തന്നെയാണ് സിനിമയ്ക്ക് കേരളത്തിൽ നടക്കുന്നത്. ഇനി കേരളത്തിന് പുറത്തുള്ള വിദേശ രാജ്യത്തെ അടക്കം പ്രീസെയിൽ എല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിൽ വരും. അതറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പ്രീ പ്രൊഡക്ഷൻ ഘട്ടവും ഒപ്പം തന്നെ ഷൂട്ടിംഗ് ഘട്ടം കേരളത്തിലും വിദേശത്തുമായിട്ട് നടന്ന സിനിമ, ഒപ്പം തന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾക്ക് സമയമെടുത്ത സിനിമ എന്നിങ്ങനെ പല കടമ്പകളും കടന്നു വന്ന ആടുജീവിതം എന്ന സിനിമ ഒരു വമ്പൻ ബഡ്ജറ്റുള്ള സിനിമയായിരിക്കുമെന്ന് ഏറെക്കുറെ എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ്. ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം ആടുജീവിതം എന്ന സിനിമയുടെ ബഡ്ജറ്റിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. അത് സിനിമയുടെ തെലുഗു വിതരണ കമ്പനിയായ മൈത്രി മൂവി മേക്കേഴ്സ് ഉടമയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്നലെ സിനിമയുടെ തെലുഗു പ്രൊമോഷനും പ്രസ് മീറ്റ് എല്ലാം തന്നെ നടക്കുകയുണ്ടായി. 80 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയാണ് ആടുജീവിതം എന്നാണ് മൈത്രി മൂവി മേക്കേഴ്സ് ഉടമ പൃഥ്വിരാജിന്റെയും ബ്ലസ്സിയുടെയും മുന്നിൽ വെച്ച് ആ ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മോളിവുഡിലെ ഏറ്റവും ചെലവേറിയ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന സിനിമകളിൽ ഒന്നായിട്ട് ആടുജീവിതം മാറുന്നുവെന്ന് വ്യക്തമാകുന്നു. ഏറ്റവും കുറഞ്ഞത് 50 കോടി ബഡ്ജറ്റ് ഉണ്ടാകുമെന്ന് നേരത്തെ റൂമറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഈ 80 കോടിയിലേക്കെല്ലാം തന്നെ എത്തുമ്പോൾ അത് സിനിമയ്ക്കൊരു കൊടൂര ബഡ്ജറ്റ് എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ തിയേറ്റർ റിലീസിനായിട്ടും അഭിപ്രായങ്ങൾ കേട്ടും തുടർന്ന് വരുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടന റിപ്പോർട്ടുകൾ കേട്ടും.